ഞാൻ കുറേ നാളുകളായി ചിന്തിക്കാൻ തുടങ്ങിയിട്ട് എന്തുകൊണ്ട് എൻ്റെ വീട്ടിലൊരു സോളാർ വെച്ചുകൂടാ. കാരണം നല്ലൊരു സംഖ്യ ഇലക്ട്രിസിറ്റി ബോർഡിന് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് സലീം സാർ എന്നോട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു സോളാർ വെച്ചു. ഞാൻ പോയി കാണുകയും അങ്ങനെ സവിത്ര സോളാർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെടുകയും അങ്ങനെ അതിൻ്റെ ആൾക്കാർ ഇവിടെ വരികയും ചെയ്തു. ഇന്നും ഇന്നലെയും 2 ദിവസമായിട്ട് അവർ ജോലി ചെയ്യാണ്. അപ്പൊ സവിത്രന്റെ ഇത് ചെയ്ത വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് വെക്കുന്നത്? ഈ പാനൽ വെക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നല്ലോ നിങ്ങൾ? ഓക്കെ. അപ്പൊ അത് ഹൈറ്റ് കൂടിയ സ്ട്രക്ചർ കൂടി ആയിരുന്നല്ലോ ഇവിടെ. അതെ അതെ അതെ. ഒരു ഏകദേശം ഒരു 15 ഫീറ്റ് ഹൈറ്റിലാണ് നമ്മൾ ഈ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതെ. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മഴയല്ലായിരുന്നല്ലേ. അപ്പൊ ഞാനും വിചാരിച്ചു എൻ്റെ വീട്ടിൽ ഇത്ര നല്ല ഭംഗിയായ രീതിയിൽ എല്ലാ ഗ്യാപ്പുകളെല്ലാം അടച്ചുകൊണ്ടെല്ലാം ചെയ്ത് നല്ല ഭംഗിയായ രീതിയിൽ ഇത്രയും ഒരു ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പാനൽ നിങ്ങളിപ്പം ഈ കമ്പനിയിൽ എത്ര നാളുകളായി ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്? ഈ കമ്പനിയിൽ ഞാനും കമ്പനിയായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 4.5 വർഷത്തോളമായി. ഇപ്പൊ ഒരു 100 മേളിൽ പാനലുകൾ, 100 അതിന് മേളിൽ നമ്മളിപ്പോ ടോട്ടൽ ഏകദേശം കമ്പനി 530 സംതിങ് പ്രോജക്റ്റുകൾ ടോട്ടൽ ചെയ്തിട്ട് 500-600 മേളിലുള്ള രീതിയിൽ ഇവര് പ്രവർത്തിച്ചതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേര് എന്താന്ന് പറഞ്ഞാൽ റിനാസ് എവിടെയാ റിനാസിന്റെ വീട് എവിടെയാ? പ്രോപ്പർ സ്ഥലം പാലക്കാടാണ്. പാലക്കാട്. അപ്പം പാലക്കാട് നിന്നാണ് ഇവിടെ ഇവര് ടീമാണ്. ഇവര് വെൽഡിങ്ങും അല്ലേ? നിങ്ങൾ ടീമാണ്? ഇലക്ട്രിക്കൽ വിത്ത് ഫാബ്രിക്കേഷൻ വർക്ക് ഒറ്റ ടീമാണ് ഞങ്ങൾ. ഒരുമിച്ച് വന്നിട്ടാണ് എല്ലാ വർക്കും ചെയ്യുന്നത്. അതെ. ഇവിടെ എല്ലാവരും പാലക്കാട് നിന്നാണ്. ഒരാള് എറണാകുളത്തുള്ള ആളോടെ ഉണ്ട്. ഓക്കെ. ഇവര് താഴെ നിപ്പുണ്ട് ഇവരുടെ കൂട്ടുകാരൊക്കെ. അപ്പം നാൻസി പാനൽ ഇത് ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത സെക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട സെക്ഷനിലേക്ക് കിടക്കാം. താഴേക്ക് നമുക്ക് പോകാം. ഞാൻ പാനൽ കാണിച്ചു. അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില രഹസ്യാത്മകമായ ചില കാര്യങ്ങളാണ്. റിയാസെ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാവുന്നു. റിയാസിൻ്റെ ടീമുണ്ട്, പുറകിലുണ്ട് ടീമുകളുണ്ട്. ഓക്കെ. ഈ DC-DB എന്ന് പറയുന്നത് DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് എന്നാണ്. സോളാർ പാനലിൽ നിന്നും ഔട്ട് വരുന്ന സപ്ലൈ ഇതിനകത്ത് കയറി ഇതിൽ നിന്ന് ഔട്ട് വന്ന് ഇൻവെർട്ടറിലോട്ട് കയറും. ഈ DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടറിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പൊ ഇതെന്താണ്? ഇതങ്ങനെ AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. അപ്പൊ ഇവിടെ DC-ക്ക് കറണ്ട് വന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? DC കറണ്ട് വന്ന് ഇൻവെർട്ടറിനകത്ത് കയറി സിസ്റ്റം ഓൺ ആവും. ഓക്കെ. ഓൺ ചെയ്യണം. ടൈമായി. ഓൺ ആവുമെന്ന് അറിയില്ല. അതെ, ഓൺ ആയിട്ടുണ്ട്. ഓക്കെ. ഇത് AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, AC-DB എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ ഗ്രിഡ് റെഫറൻസ് ആണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും 240 സപ്ലൈ ഇതിനകത്ത് വന്ന് കയറി ഇതിൽ നിന്നും ഔട്ട് ഇൻവെർട്ടറിനകത്തോട്ട് കയറും. ഇൻവെർട്ടറിലേക്ക് ഈ ഗ്രിഡ് റെഫറൻസ് 240 വോൾട്ടേജ് കിട്ടിയാൽ മാത്രമേ ഇതിനകത്തുള്ള DC to AC കൺവേർട്ടിംഗ് സ്റ്റാർട്ട് ആവുള്ളൂ. അതിനുശേഷമാണ് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ. അപ്പൊ പിന്നെ ഇതിന്റെ റീഡിംഗ് ഒക്കെ എവിടെയാണ് നടക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി ബോർഡിന് എത്ര രൂപ കൊടുക്കുന്നത്? ഓൺ ഗ്രിഡ് ആണിത്. അപ്പം ഇതിനകത്ത് കൺവേർട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മീറ്ററിൽ നമുക്ക് അതിന്റെ ഡെയിലി പ്രൊഡക്ഷൻ അറിയാൻ പറ്റും. ഇതാണ് സോളാറിന്റെ ജനറേഷൻ റീഡ് ചെയ്യുന്ന മീറ്റർ, സോളാർ ജനറേഷൻ മീറ്റർ. ഓക്കെ. ഇത് കഴിഞ്ഞ് പകൽ സമയത്ത് നമ്മൾ സോളാറിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതിയാണ് ഉപയോഗം നടക്കുക. ഉപയോഗം കഴിഞ്ഞ് അധികം വരുന്ന കറണ്ട് എല്ലാം ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. അത് നെറ്റ് മീറ്റർ വഴിയാണ് നടക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിലെ ഇങ്ങനെയൊരു സംവിധാനം ചെയ്ത ഇവരുടെ ടീമിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി നമുക്ക് പറയാം. നല്ലൊരു കയ്യടി കൊടുക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്.